UGC നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന അലേർട്ടുകൾ മൊബൈൽ ഫോണിൽ വന്നപ്പോൾ എല്ലാവരും അത് നീറ്റ് പരീക്ഷ എന്നാകും തെറ്റിദ്ധരിച്ചത്. നീറ്റ് പരീക്ഷയിൽ നടന്ന ഇറഗുലാരിറ്റീസും അനുബന്ധമായ നിയമവ്യവഹാരങ്ങളും ഇന്ത്യയിൽ ആ സമയം നടക്കുന്നുണ്ടായിരുന്നു. UPSCയുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് പരീക്ഷ നടക്കുന്ന ഒരു സൈഡിൽ, NTA കീഴിൽ നടന്ന നീറ്റ് വിവാദം മറ്റൊരു സൈഡിൽ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് വേറൊരു സൈഡിൽ. പൊടുന്നനെയാണ് UGC നെറ്റ് ക്യാൻസൽ ചെയ്യുന്ന വിവരം പുറത്തു വന്നത്. പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ആ വാർത്ത ഷോക്ക് വേവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. പരീക്ഷകളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തി അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കാനും പരീക്ഷാ നടത്തിപ്പ് അതീവ ശാസ്ത്രീയമാക്കാനുമാണ് 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ഓട്ടോണമസ് സംവിധാനമായി നിലവിൽ വരുന്നത്. എക്സലൻസ് ഇൻ അസസ്മെന്റ് എന്നാണ് NTA മോട്ടോ. നിലവിൽ നമുക്കത് വൈരുദ്ധ്യമായിട്ട് തോന്നാം. ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിലെ പേപ്പറുകൾ ചോർന്നു എന്ന വിവരം ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ മൊത്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. എക്സാം സെന്ററുകളിൽ തോക്കുധാരികളായ പോലീസുകാരെ കൊണ്ട് നിറച്ചാലും പരീക്ഷയ്ക്ക് കയറുന്ന വിദ്യാർത്ഥികളുടെ വസ്ത്രം വരെ അഴിച്ച് സ്കാൻ ചെയ്താലും ആ വിശ്വാസ്യത തിരിച്ചു കിട്ടില്ല. കാരണം രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ പരീക്ഷാ നടത്തിപ്പും അതിൻ്റെ സപ്ലൈ സൈഡ് മുഴുവനായും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയും ഇല്ലാത്ത വിധം അസ്വാഭാവികമായി 1563 കാൻഡിഡേറ്റ്സിന് ഗ്രേസ് മാർക്ക് കൊടുക്കുക പോലും ചെയ്തു. ഒടുക്കം ഹർജി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഗ്രേസ് മാർക്ക് പിൻവലിച്ചോളാമെന്നും റീടെസ്റ്റ് നടത്തിക്കോളാമെന്നുമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അഴിമതി, കൈക്കൂലി, പേപ്പർ ലീക്ക്, ചട്ടവിരുദ്ധമായ മാർക്ക് നൽകൽ, പരീക്ഷാ നടത്തിപ്പിലുള്ള ക്രമക്കേടൊക്കെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും അതിൻ്റെ മേലധ്യക്ഷ സ്ഥാനത്തുള്ള യൂണിയൻ സർക്കാരിനെയും ഇപ്പോൾ പിടിച്ചുകുലുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇടുത്തി പോലെയാണ് ദേശീയ എലിജിബിലിറ്റി പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന വിവരം എത്തുന്നത്. പരീക്ഷയുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടമായി ആയതിനാൽ ക്യാൻസൽ ചെയ്യുന്നുവെന്ന് മാത്രമാണ് മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. അതും 9 ലക്ഷം പേർ എഴുതിയ പരീക്ഷ. ഊണും ഉറക്കവുമില്ലാതെ സമയവും കാലവും കണക്ക് കൂട്ടി എല്ലാം മാറ്റിവെച്ച് പരീക്ഷ എഴുതിയ 9 ലക്ഷം പേർ. കാരണമില്ല, ന്യായമില്ല, ആരോടുമൊന്നും പറയേണ്ടതില്ല. ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ NTA വൻതോതിലുള്ള ഘടനാപരമായ അഴിച്ചുപണികൾ വേണ്ടതുണ്ട്. സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം, പരീക്ഷാ നടത്തിപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉറപ്പാക്കാനുള്ള സംവിധാനം, ഗ്രേസ് മാർക്ക് പോലെയുള്ള അവ്യക്തമായ നടപടികളിൽ സുതാര്യത എന്നിങ്ങനെ എല്ലാം ഉറപ്പാക്കുമ്പോൾ മാത്രമാണ് അതൊരു ഫെയറും നീതിപൂർവവുമായ പരീക്ഷയാകുന്നത്. സംസ്ഥാനങ്ങളിൽ നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണങ്ങളും ദേവലാതികളും പരിഹരിക്കുക എന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ കൂടി ആവശ്യമാണ്.